സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ടവഴിപാടാണ് പൊങ്കാല. കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനമാണ് 9ാം ദിവസം നടക്കുന്ന പൊങ്കാല. പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസമാണ് പൊങ്കാല നടക്കുന്നത്. ആറ്റുകാലധിവാസിനി തൻ തിരുനടയിലൊരായിരവർണ്ണം പ്രഭാതഭാസുരവർണ്ണം സുവർണ പരാഗവർണ്ണം. മുൻകാലങ്ങളിൽ പൊങ്കാല ഏറ്റവും വലിയ കാർഷിക ഉത്സവം അഥവാ കൊയ്ത്തുത്സവം കൂടിയായിരുന്നു. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടിയ നെല്ല് കുത്തി അരിയാക്കി അതിലൊരു വിഹിതം സന്തോഷസൂചകമായി പായസം, അട, മണ്ടപ്പുറ്റ് എന്നിവയുണ്ടാക്കി സ്ത്രീകൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നു. എന്നാൽ ഇന്നിത് ശാക്തേയ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുന്നു. ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂടിച്ചേരൽ കൂടിയായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇതിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതി ശക്തിസ്വരൂപിണിയായ സ്ത്രീ എന്ന സങ്കല്പം തന്നെയാണ് എന്നാണ് വിശ്വാസം. കിള്ളിയാറ്റിൻ കുളിരലഞ്ഞൊറിയും മാരുതനിതുവഴിയലയും കിള്ളിയാറ്റിൻ കുളിരലഞ്ഞൊറിയും മാരുതനിതുവഴിയലയും. പൊങ്കാലയ്ക്കായി ഭഗവതി തന്റെ മൂലക്ഷേത്രമായ കൊടുങ്ങല്ലൂരിൽ നിന്നും എത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം റോഡിനിരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. ആറ്റുകാലിൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നടക്കുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയാകുമെന്നും ഒടുവിൽ ഭഗവതിയുടെ സന്നിധിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു.